ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേരി മാ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ അതിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, മേരി മാ എന്ന് പറയുന്നത് ഒരു ഫിൽമി ഗീത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പോയം പഠിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫിലിമി ഗീത്ത് എടുത്തിരിക്കുന്നത് താരേ ജമീൻ പർ എന്ന് പറയുന്ന ആമീർ ഖാൻ പ്രൊഡക്ഷനിലുള്ള ഒരു ഫിലിമിൽ നിന്നാണ്. അപ്പോൾ ഇത് നല്ലൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മേരി മാ ഫിലിം ഗീത് കിസ്നെ ലിഖി ഹെ? അപ്പോൾ മേരി മാ എന്ന് പറയുന്ന സിനിമാ ഗാനം ആരാണ് എഴുതിയത്? അപ്പോൾ അതിൻ്റെ ആൻസർ പ്രസൂൺ ജോഷി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേരി മാ ഫിലിം ഗീത് കിസ് ഫിലിം സെ ലി ഗയി ഹെ? അതായത് മേരി മാ എന്ന് പറയുന്ന ഈ സിനിമാ ഗാനം ഏത് സിനിമയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? താരേ ജമീൻ പർ. ബച്ചോ മാ സെ ക്യാ നഹീം ബോൾത്ത? അതായത് കുട്ടി എന്താണ് അമ്മയോട് പറയാത്ത കാര്യം? കി ഉസെ അന്ധേരെ സെ ഡർ ലഗ്തി ഹെ? കാരണം അവന് ഇരുട്ടിനെ പേടിയാണ് എന്നുള്ള കാര്യം ആ കുട്ടി അമ്മയോട് പറയുന്നില്ല. ബച്ച കിസ്ക പർവാഹ് കർത്താ ഹെ? ഈ കുട്ടി ആരെ കുറിച്ചാണ് എപ്പോഴും മനസ്സിൽ കരുതുന്നത്, അല്ലെങ്കിൽ ഓൾവേസ് ആരെ കുറിച്ചിട്ടാണ് ഒരു ചിന്ത അവന്റെ മനസ്സിലുള്ളത്? മാക്കോ. അതായത് എപ്പോഴും അമ്മയെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, കിസ്കോ സബ് പത്താ ഹെ? ആർക്കാണ് എല്ലാം അറിയുന്നത്? മാക്കോ. അമ്മയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ഈ കുഞ്ഞിനെ കുറിച്ച് അറിയുന്നത്. അച്ഛാ ഭീഡ് സെ ക്യോം ഡർത്താ ഹെ? അതായത് കുട്ടിക്ക് എന്തുകൊണ്ടാണ് ആൾത്തിരക്ക് അല്ലെങ്കിൽ ക്രൗഡ് ഭയമുള്ളതിന്റെ കാരണം? ഉസ്കോ പത്താ നഹി കി വഹ് ഘർ ലോട്ട് കെ ആ പാവുക? അതായത് അവനറിയില്ല അവന് തിരിച്ച് ഈ തിരക്കിൽ പെട്ടു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് അവനറിയില്ല. അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് അവന് ആ ഭയമുള്ളത്. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ, ക്യാ ഇത്ര ബുറാ ഹൂം മേമ യഹ് കിസ്നെ കഹ? ഞാൻ ഇത്ര ഒരു അമ്മയ്ക്ക് എന്നെ ഇത്ര ഇഷ്ടമല്ലാതായോ, ഞാൻ ഇത്ര ചീത്തയാണോ എന്ന്, ബാഡാണോ എന്ന് ആരാണ് പറഞ്ഞത്? ബച്ചേനെ, അതായത് ഈ കുട്ടിയാണ് ആ കവിതയിൽ ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, पापा जब जोर से झूला झूलाते हैं तो बच्चा क्या करता है? അതായത് അച്ഛൻ നല്ല സ്പീഡിൽ ഊഞ്ഞാലാട്ടുമ്പോൾ കുട്ടി എന്താണ് ചെയ്യുന്നത്? ഉസ്കി നസർ മാക്കോ ഡൂണ്ട്തേ ഹെ? അവന്റെ കണ്ണുകൾ അവന്റെ അമ്മയെ അന്വേഷിക്കുന്നു. അതാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നയൻത് ക്വസ്റ്റ്യൻ, ബच्चा क्या सहम जाता है और वो ക്യാ കർത്താ ഹെ? അതായത് കുട്ടി എന്താണ് സഹിക്കുന്നത്, എന്നിട്ട് അവൻ എന്താണ് ചെയ്യുന്നത്? സോർ സെ ചൂല ചുലാനെ കെ ഡർ വോ സഹം ജാത്ത ഹെ? അതായത് നല്ല സ്പീഡിൽ ഊഞ്ഞാലാട്ടുമ്പോൾ ഉണ്ടാവുന്ന അവന്റെ ആ ഭയം അവൻ സഹിക്കുന്നു. ഓർ ചെഹ്രെ പർ ആനെ ന ദേത്ത ഹെ? അതായത് അതുപോലെ തന്നെ ആ ഒരു ഭയം അവന്റെ മുഖത്തേക്ക് വരാൻ അവൻ സമ്മതിക്കുന്നു ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 10th ക്വസ്റ്റ്യൻ ആണ്, ജബ് പാപ്പ ജബ് ജോർ സെ ചൂല ചുലാത്തെ ഹെ തോ ബച്ച ക്യാ സോച്ചത്തെ ഹെ? അതായത് അച്ഛൻ നല്ല സ്പീഡിൽ ഊഞ്ഞാലാട്ടുമ്പോൾ ആ കുട്ടി എന്താണ് തൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത്? മാ ആക്കർ ഉസെ ധാംലേഗി? അമ്മ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും എന്നാണ് അവൻ മനസ്സിൽ വിചാരിക്കുന്നത്. 11th ക്വസ്റ്റ്യൻ, കിസ്കോ താരേ ജമീൻ പർ ഫിലിം കാ മേരി മാ ഫിലിം ഗീത് കെ ലിയെ രാഷ്ട്രീയ പുരസ്കാർ മില? ആർക്കാണ് താരേ ജമീൻ പർ സിനിമയിലെ മേരി മാ എന്ന ഗാനത്തിന് ദേശീയ അവാർഡ് ലഭിച്ചത്? എന്റെ ആൻസർ പ്രസൂൺ ജോഷി. ബച്ചേക്കോ അന്ധേരെ സെ ക്യോം ഡർ ലഗ്താ ഹെ? അതായത് കുട്ടി എന്തിനാണ് ഇരുട്ടിനെ ഭയപ്പെടുന്നത്? ക്യോങ്കി അന്ധേരെ മേ ഉസെ അസുരക്ഷ മഹസൂസ് ഹോത്തി ഹെ ഓർ വഹ മാ കോ യാദ് കർത്തി ഹെ? അതായത് കുട്ടിക്ക് ഇരുട്ടാവുമ്പോൾ തന്നെ അവനൊരു ഭയമാകുന്നു, അവനൊരു സേഫ് അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നു, അവൻ തൻ്റെ അമ്മയെ ഓർക്കുന്നു. 13th क्वेश्चन, बच्चा अपनी माँ से किस बात को छुपाते हैं? കുട്ടി തൻ്റെ അമ്മയിൽ നിന്നും എന്താണ് മറയ്ക്കുന്നത്?
वह अपना डर और കംസോരി മാ സെ ചുപ്പാത്തി ഹെ. അവൻ തന്റെ ഭയങ്ങളും ബലഹീനതകളും അമ്മയിൽ നിന്നും മറയ്ക്കുന്നു. 14th ക്വസ്റ്റ്യൻ, തുജെ സബ് ഹെ പതാ ഹെ നാമ ഇസ് പങ്ക്തി കാ ക്യാ അർത്ഥ ഹെ. അതായത് അമ്മയ്ക്ക് എല്ലാം അറിയാം, ഈ വരിയുടെ അർത്ഥം എന്താണ്? അപ്പോൾ അതിന്റെ അർത്ഥമാണ് ഇസ്കാ അർത്ഥ ഹെ കെ മാ അപ്നെ ബच्चे के मन की हर बात बिना कहे समझे समझ लेती है. भीड़ में बच्चा अपने माँ से സമജ് ലേത്തി ഹെ. അതായത് ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ കുട്ടീൻ്റെ മനസ്സിൽ എന്തെല്ലാമാണെന്ന് കുട്ടി പറയാതെ തന്നെ അമ്മ മനസ്സിലാക്കുന്നു. അതാണ് ഇതിന്റെ അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭീഡ് മേം ബച്ച അപ്നെ മാ സെ ക്യാ ചാത്തെ ഹെ. അതായത് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കുട്ടി തന്റെ അമ്മയിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? ബച്ച ചാത്തേ ഹേ കി മാ ഉസെ അക്കേല ന ചോഡ് ഓർ ഉസ്കെ സാത്ത് രഹെ. അതായത് കുട്ടി ആഗ്രഹിക്കുന്നത് അമ്മ അവനെ ഒറ്റയ്ക്ക് വിടാതെ അവന്റെ ഒപ്പം തന്നെ ഉണ്ടാവണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബച്ച ക്യോം കഹ്താ ഹേ കി ഭേജ്ന ഇത്നെ ദൂർ മുझे तो. അതായത് അമ്മ എന്നെ ഇത്രയും ദൂരത്തിൽ അയക്കരുത് എന്നതുകൊണ്ട് കുട്ടി എന്താണ് പറയുന്നത്? क्योंकि माँ से दूर होकर वह अकेलापन और असुरक्षा महसूस करते हैं. അതായത് അവൻ തന്റെ അമ്മയിൽ നിന്നും ദൂരെ മാറി നിൽക്കുമ്പോൾ അവൻ എപ്പോഴും സേഫ് അല്ല എന്നും അവൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തയും അവന്റെ മനസ്സിൽ വരുന്നു. മാ ബച്ചേക്ക് ലിയേ ക്യോം ആവശ്യക് ഹെ. അതായത് ഒരമ്മ എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഏറ്റവും ആവശ്യമാണ് എന്ന് പറയുന്നത്? ക്യോങ്കി മാ ഉസെ സുരക്ഷ, ആത്മവിശ്വാസ് ഓർ സ്നേഹ ദേത്തി ഹെ. അതായത് അമ്മയാണ് ഒരു കുട്ടിക്ക് സുരക്ഷ, സേഫ്റ്റി, ആത്മവിശ്വാസ്, കോൺഫിഡൻസ്, സ്നേഹവും കൊടുക്കുന്നത്. കവിതാമേ ബച്ചേനെ മാ കെ പ്രതി അപ്നെ കോൺ സാ ഭാവ് പ്രകട് കിയാ ഹെ. അതായത് ഈ കവിതയിൽ കുട്ടി തന്റെ അമ്മയെ പ്രതി ഏതെല്ലാം ഭാവങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്? ബച്ചേനെ മാ കെ പ്രതി അപ്നാ സ്നേഹ, സമ്മാൻ, നിർഭരത ഓർ ലഗാവ് പ്രകട് കിയേ ഹെ. അതായത് ഇവിടെ കുട്ടി തന്റെ അമ്മയോടുള്ള വാത്സല്യം, ബഹുമാനം, ആശ്രയത്വം, അടുപ്പം എന്നിവയാണ് പ്രകടിപ്പിക്കുന്നത്. ക്യാ ഇത്തന ബുരാ ഹൂ മേരി മാ ബച്ചേസെ ക്യോം കഹ്താ ഹെ. ഞാൻ വളരെ മോശക്കാരനാണോ അമ്മേ എന്ന് എന്തുകൊണ്ടാണ് കുട്ടി പറയുന്നത്? ക്യോംകി വഹ് മാ സെ ബാർ ബാർ അപ്നെ ഡർ ഓർ കംസോരി के बारे में नहीं कहता, वह अपने मन में ही कहता है और उसे पता है कि शायद माँ को पता चलेंगे. അതായത് കാരണം അവന്റെ ഭയങ്ങളെയും ബലഹീനതകളെയും കുറിച്ച് അവൻ ആവർത്തിച്ച് തൻ്റെ അമ്മയോട് പറയുന്നില്ല. അവൻ അറിയാം അവന്റെ അമ്മ അത് എങ്ങനെയും കണ്ടെത്തുമെന്ന്. അതുകൊണ്ടിട്ടാണ് അവൻ വളരെ മോശക്കാരനാണോ അമ്മേ എന്ന് അവന്റെ ഹൃദയത്തിൽ തന്നെ അവൻ ചോദിക്കുന്നത്. बच्चा നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബച്ച മാ കോ ബാർ ബാർ യാദ് ക്യോം കർത്താ ഹെ. കുട്ടി എന്തുകൊണ്ടാണ് അവന്റെ അമ്മയെ ആവർത്തിച്ച് ഓർക്കുന്നത്? ക്യോങ്കി മാ സെ ദൂർ ഹോക്കർ ഉസെ ഡർ, അക്കേലാപ്പൻ ഓർ അസുരക്ഷ മഹസൂസ് ഹോത്തി ഹെ. കാരണം അവൻ അവന്റെ അമ്മയിൽ നിന്നും അകലത്താണ്, അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിൽ ഭയമുണ്ട്, ഏകാന്തതയുണ്ട്, അവൻ സുരക്ഷിതനല്ല എന്നുള്ള ഒരു തോന്നലും അവന്റെ ഉള്ളിലുണ്ട്. ഇസ് കവിത കാ മുഖ്യ ഭാവ് ക്യാ ഹെ. ഈ കവിതയുടെ പ്രധാന പ്രമേയം എന്താണ്? അപ്പോ ഈ കവിതയുടെ പ്രധാന പ്രമേയം ഇവയെല്ലാമാണ്. മാ കെ പ്രതി ബच्ची को അസീം പ്രേം വിശ്വാസ് ഓർ ലഗാവ് ഹെ. ഇസ് കവിത കാ മുഖ്യ ഭാവ് ഹെ. അതായത് ഈ കവിതയിൽ കുട്ടിക്ക് തൻ്റെ അമ്മയോടുള്ള അതിരട്ട സ്നേഹം, വിശ്വാസം, വാത്സല്യം ഇവയാണ് കവിതയുടെ പ്രധാന പ്രമേയങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളിനി ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, तुझे सब है पता है ना माँ, इस कथन का ക്യാ വ്യഞ്ചിത് ഹെ. അതായത് അമ്മയ്ക്ക് എല്ലാം അറിയാം. ഈ പ്രസ്താവന, ഈ കഥൻ എന്ന് പറഞ്ഞാൽ പ്രസ്താവന എന്താണ് പ്രകടിപ്പിക്കുന്നത്? വ്യഞ്ചിത് ഹെ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ആണ്
इस कथन में यह व्यंजित है कि माँ को अपने बच्चे की हर छोटी बड़ी बात याद होती है. അതായത് ഒരമ്മയ്ക്ക് തൻ്റെ കുട്ടിയുടെ ജീവിതത്തിലെ വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് ഈ ഒരു പ്രസ്താവന സൂചിപ്പിക്കുന്നത്. ബച്ച അപ്നെ ഭാവനായെ ഖുൽക്കർ വ്യക്ത നബി കരെ. അതായത് കുട്ടി തൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന അമ്മയോട് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അമ്മയ്ക്ക് അവൻ്റെ മുഖം കണ്ടാൽ തന്നെ എല്ലാം മനസ്സിലാവും. व्यक्त न करे, बच्चा अपनी भावनाएं खुलकर व्यक्त न करे भी फिर भी माँ उसके मन की व्याकुलता, डर और कमजोरी को समझ लेती है. അതായത് അമ്മ അവൻ്റെ ഉത്കണ്ഠയും ഭയവും ബലഹീനതയും എല്ലാം തന്നെ അവൻ്റെ കണ്ണുകളിൽ നിന്നും മുഖത്തു നിന്നും അമ്മ മനസ്സിലാക്കുന്നു. माँ की संवेदनाशीलता और स्नेह उसे अपने बच्चे के हृदय की हर बात जानने योग्य करता है. അതായത് ഒരമ്മയുടെ സംവേദനക്ഷമതയും വാത്സല്യവും അവരുടെ കുട്ടിയുടെ ഹൃദയത്തിലുള്ളത് എല്ലാം തന്നെ അറിയാൻ അവരെ പ്രാപ്തയാക്കുന്നു. भेजना इतने दूर मुझे तो ബേട്ടാ ക്യോം ഏസാ കഹത്തെ ഹെ. അതായത് എന്നെ ഇത്രയും ദൂരത്തേക്ക് അയക്കരുത് എന്ന് എന്തുകൊണ്ടാണ് മകൻ ഇങ്ങനെ പറയാൻ കാരണം ആ ഫിലിം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ പാട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കുട്ടിയെ ബോർഡിംഗ് സ്കൂളിൽ ആണ് ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും കൊണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് ബേട്ടാ യഹ് बात इसलिए कहता है क्योंकि वह माँ से दूर होकर असुरक्षित और अकेला महसूस करता है. അതായത് ഈ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ അമ്മയിൽ നിന്നും അവൻ ബേട്ട യഹ് ബാത്ത് ഇസ്ലിയെ കഹത്ത ഹെ. അതായത് ആ മകൻ ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം അമ്മയിൽ നിന്നും അകന്നിരിക്കുന്നത് കൊണ്ടാണ്. അമ്മയിൽ നിന്നും അകന്നിരിക്കുമ്പോൾ അവന് നോർമലി അവന് സേഫ് അല്ല എന്നുള്ളൊരു തോന്നലും അക്കേല മഹസൂസ്, അതായത് അവൻ ഏകനാണ് എന്നുള്ളൊരു തോന്നലും അവന്റെ മനസ്സിൽ വരുന്നു. മാക്കി ഉപസ്ഥിതിമേം ഓർ ആത്മവിശ്വാസ് ഒരു സുരക്ഷ മിൽത്തെ ഹെ. അവന്റെ അമ്മ അവന്റെ അടുത്തുണ്ടെങ്കിൽ അവൻ എപ്പോഴും സുരക്ഷിതവും ആത്മവിശ്വാസവും കിട്ടുന്നു. ഭീഡ് ബാഡ് അജ്നബി മാഹौल या कठिनाइयों का सामना करते समय उससे माँ का साथ बहुत आवश्यक लगता है. അതായത് ആൾക്കൂട്ടത്തെയോ അപരിചിതമായ ചുറ്റുപാടുകളെയോ ബുദ്ധിമുട്ടുകളെയോ നേരിടേണ്ടതായി വരുമ്പോൾ അമ്മ അവന് എപ്പോഴും അമ്മയുടെ ഒപ്പം ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം അവന്റെ മനസ്സിലുണ്ട്. ആ അമ്മ അവന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് അവന്റെ മനസ്സിലുണ്ട്. इसलिए बेटा माँ से दूर भेज जाने की इच्छा न रखते हैं और बार बार पास रहने की चाह करते हैं. അതുകൊണ്ട് തന്നെയാണ് കുട്ടി തന്റെ അമ്മയിൽ നിന്നും ദൂരെ പോകാൻ ആഗ്രഹിക്കാത്തതും എപ്പോഴും അമ്മ അടുത്ത് വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നതും. അതായത് നെക്സ്റ്റ് ടെക്സ്ച്വൽ എക്സസൈസ് എന്ന് പറയുന്നത് ഇസ് ഫിൽമി ഗീത് മേം ആപ്കെ ദിൽ കോ ഛൂനെ വാലി ബാത്തോം ചുൻകർ ലിഖിയെ. അതായത് താങ്കൾക്ക് ഈ സിനിമ ഗീതം കേട്ടതിന് ശേഷം താങ്കളുടെ മനസ്സിനെ തട്ടിയ അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട കുറച്ച് വരികൾ എടുത്തെഴുതാനും എന്തുകൊണ്ട് അത് എടുത്തെഴുതി എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. തുജെ സബ് ഹെ പത്താ ഹേ നാമ. എനിക്ക് ആ ഒരു വേർഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബച്ച അപ്നെ മാ സെ കുച്ച് ന ബി കഹെ ഫിർ ബി മാ ഉസ്കെ മൻ കി ഹർ ബാത്ത് ജാൻ ലേത്തി ഹെ. അതായത് കുട്ടി തൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും, ഒരു ചെറിയ കുഞ്ഞിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, 1 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി തൻ്റെ അമ്മയോടൊന്നും പറയാറില്ല അല്ലെ. പക്ഷെ അമ്മയ്ക്ക് അവൻ്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് അപ്പോൾ തന്നെ അമ്മയ്ക്ക് അറിയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ലൈൻ പറയുന്നത് ബേജന ഇത്തനെ ദൂർ മുജേത്തു. പിന്നെ എനിക്ക് ടച്ച് ചെയ്തിരിക്കുന്ന ലൈൻസ് എന്ന് പറഞ്ഞാൽ ബേജന ഇത്തനെ ദൂർ മുജേത്തു. ബച്ച കഹത്തെ ഹെ കി മാ ഉസെ അക്കേല ന ഛോടോ ഓർ ദൂർ ന ഭേജോ. കുട്ടി തൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എന്നെ ഒറ്റയ്ക്ക് ഇത്രയും ദൂരെ അയക്കരുത് എന്നുള്ള ആ ഒരു ലൈനാണ് എനിക്ക് ഇഷ്ടമായത്. പിന്നെ നെക്സ്റ്റ് വൺ മാ കെ
പ്രതി ഗഹര പ്രേം ഓർ ലഗാവ്. അതായത് ഈ കവിതയിൽ മുഴുവൻ നമുക്കിത് കാണാൻ പറ്റും അല്ലേ. അമ്മയെ പ്രതി അവന് നല്ല സ്നേഹവും വിശ്വാസവും എല്ലാം ഉണ്ട്. ബച്ച മാ കോ ബാർ ബാർ യാദ് കർത്താ ഹൈ. കുട്ടി തൻ്റെ അമ്മയെ വീണ്ടും വീണ്ടും ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാം. और उसके बिना അധൂര महसूस करता है. അതുപോലെ തന്നെ അമ്മയില്ലാതെ അവൻ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലും അവൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ മാ കാ സഹാര ഓർ വിശ്വാസം. പിന്നെ അമ്മ തൻ്റെ എല്ലാമാണ് എന്നുള്ളൊരു വിശ്വാസം അവനുണ്ട്. ബച്ച മാൻതാ ഹെ കി മാ ഹി ഉസ്കി സബ്സെ ബഡി താക്കത്ത്. അമ്മയാണ് അവൻ്റെ എല്ലാ ശക്തിയും എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രീൻ ലൈൻസിൽ കൊടുത്തേക്കുന്നതെല്ലാം പോയത്തിൽ നിന്നുള്ള ടച്ചിങ് ആയിട്ടുള്ള ലൈൻസ് ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ്ങും പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം. നെക്സ്റ്റ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത് ഡയറി എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഈശാൻ അവസ്ഥയുടെ അതായത് ഈ സിനിമയുടെ ഗാനത്തിലെ മെയിൻ ക്യാരക്ടറാണ് ഈശാൻ അവസ്ഥി. അപ്പോൾ ഈശാൻ അവസ്ഥയുടെ ഡയറി കൽപ്പന കർക്കെ ലിഖെ. അതായത് എന്താണ് ഈശാൻ അവസ്ഥ എഴുതുക എന്നുള്ള ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഈശാൻ അവസ്ഥയെ ബോർഡിംഗ് സ്കൂളിൽ തൻ്റെ അച്ഛനും അമ്മയും ആക്കിയപ്പോഴാണ് ആ സമയത്ത് ഉള്ള ഒരു ഡയറിയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. കാരണം ഈശാൻ അവസ്ഥ തൻ്റെ വീട്ടിലായിരുന്നപ്പോൾ അവന് സ്റ്റഡീസിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവന് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന് ക്ലിക്സിയ എന്ന രോഗമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛനും അമ്മയും അവനെ ഒരു ബോർഡിംഗ് സ്കൂളിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഈ ബോർഡിംഗ് സ്കൂളിൽ വെച്ചിട്ട് ഇപ്പോൾ ഈ ഡയറി കൽപ്പന കർക്കെ ലിഖേം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ ഫസ്റ്റ് ഡേ ഇൻ ബോർഡിംഗ് സ്കൂൾ. അത് ഏകദേശം അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഒരു ഡേയുടെ ഡയറി എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഡയറിയുടെ ഫോർമാറ്റ് എല്ലാം നിങ്ങൾക്കെല്ലാം തന്നെ അറിയുന്നതാണ്. നമ്മൾ ഡേറ്റ് ഇടണം. പിന്നെ ഡിയർ ഡയറി അത് ഓപ്ഷണലാണ്. ഡിയർ ഡയറിയൊക്കെ പ്രിയ ഡയറി എന്ന് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആജ് മേരാ പെഹ്ലാ ദിൻ ബോർഡിംഗ് സ്കൂൾ മേത്ത. അതായത് ഇന്ന് ഞാൻ ആദ്യമായാണ് ബോർഡിംഗ് സ്കൂളിൽ എത്തുന്നത്. ജബ് മാ ഓർ പാപ്പ മുझे छोड़कर वापस जा रहे तो मन भारी हो गया था. അച്ഛനും അമ്മയും എന്നെ ഇവിടെ വിട്ടിട്ട് പോയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അൽവിദ കർത്തേ സമയം മേനെ മാ കാ ഹാത്ത് കസ്കർ പകട. അമ്മയോട് ബൈ പറയുന്ന ആ സമയത്ത് ഞാൻ അമ്മയുടെ കൈ മുറുക്കെ പിടിച്ചു. പർ ഉന്നെ ജാനാ ഹി താ. പക്ഷെ അമ്മയ്ക്ക് പോകേണ്ടിയിരുന്നു. ആഖോമേ ആസുത്തെ. അമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. ലേക്കിൻ മേ കുച്ച് കഹ്ന പായ. പക്ഷെ എനിക്കൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. മാ കി ബഹുത് യാദ് ആ രഹി ഹെ. പക്ഷെ ഇപ്പോൾ എനിക്ക് അമ്മയെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് അമ്മയെ ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ജബ് ഭി मैं अकेला होता हूँ डर जाता हूँ. എപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്കാവുന്നു ആ സമയത്തെല്ലാം തന്നെ എനിക്ക് പേടിയാണ്. तो लगता है माँ पास होते तो सब ठीक हो जाता. അപ്പോൾ ഞാൻ വിചാരിക്കും അമ്മ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എല്ലാം ശരിയാകുമായിരുന്നു. മാ കോ ബിൻ ബത്തായേ ബി മേരെ സാരി പരീക്ഷാനിയോं की पता चलता है. അമ്മയോട് ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അമ്മയ്ക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാം. അതാണ് എൻ്റെ വിശ്വാസം. യഹാം സബ് ജഗഹ് അജ്നബി ചെഹ്രെ ഹെ. ഇവിടെ എല്ലാവരും തന്നെ ആരെയും എനിക്ക് അറിയില്ല. എല്ലാവരും പുതുമുഖങ്ങളാണ്. ക്ലാസ് റൂം ബഹുത് ബഡാ ഹെ. ഇവിടെ ക്ലാസ് റൂം എല്ലാം ഒരുപാട് വലുതാണ്. പർ മുझे ഡർ ലഗാ രഹാ ഹെ. പക്ഷെ എനിക്ക് ഒരുപാട് ഭയമുണ്ടാകുന്നു. ഖേൽ കാ മൈദാൻ ഹോസ്റ്റൽ കാ കമര സബ് നയാ നയാ. കളിക്കുന്ന ഗ്രൗണ്ടും അതേപോലെ ഈ ബോർഡിംഗ് സ്കൂളിൻ്റെ റൂംസും എല്ലാം തന്നെ പുതിയതാണ്. ഓർ അഞ്ചാനാ സാ ലഗ്താ ഹെ. എനിക്കിതൊന്നും തന്നെ അറിയില്ല. മേ സോച്ച് രഹാ കി ക്യാ മേ യഹാൻ ടിക് പാऊंगा. എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ജബ് സ്കൂൾ കി ഭീഡ് മേ ഖുദ് को अकेला महसूस करता हूँ तो माँ की गोद में छुप जाने के मन करता है. അതായത് സ്കൂളിൻ്റെ ആ തിരക്കുകളുടെ ഇടയിൽ ഞാൻ എന്നെ തന്നെ ഒറ്റയ്ക്കായതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ
മടിയിൽ ഓടി വന്ന് ഒളിച്ചിരിക്കാനാണ് എനിക്ക് എൻ്റെ മനസ്സ് എപ്പോഴും പറയുന്നത്. കാശ് മാ മുझे കബി ബി ഇतना दूर ना भेजे. അമ്മ എന്നെ ഒരിക്കലും ഇത്രയും ദൂരെ അയക്കരുത്. മാ ഹി മേരി സബ്സെ ബഡി താക്കത്ത് ഓർ സഹാര ഹോ. അമ്മ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും എൻ്റെ സഹാര. എനിക്ക് എപ്പോഴും ഓടി വരാൻ പറ്റുന്ന ഒരു അമ്മ തന്നെയാണ് മേരി സഹാര. സഹാര എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രശ്നം വന്നാലും എനിക്ക് എപ്പോഴും അമ്മയുടെ അടുത്തേക്ക് ഓടി വരാൻ പറ്റുന്നു, അല്ലെങ്കിൽ അമ്മയാണ് എന്നെ എപ്പോഴും പിന്തുണയ്ക്കുന്നത്. മേരെ ദിൽ കഹ്താ ഹൈ കി കാശ് സഹാര. അമ്മ എപ്പോഴും എൻ്റെ ധൈര്യമാണ്. മേരാ ദിൽ കഹ്താ ഹൈ കി കാശ് മാ മുझे വാപസ് ഘർ ലേ ജായേ. ഞാൻ വിചാരിക്കുന്നു അമ്മ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണമെന്നും. ബോർഡിംഗ് സ്കൂൾ മേ അക്കേല और उदास महसूस करता हूँ. ഈ ബോർഡിംഗ് സ്കൂളിൽ എനിക്ക് വളരെ സങ്കടവും വിഷമവും നൽകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്നിട്ട് പിന്നെ ഈശാന്റെ സൈനാണ്, ഓറൽസ് സിഗ്നേച്ചർ ഇടാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഡയറി എൻട്രി. क्वेश्चन, तारे जमीन पर सिनेमा देखें और ईशान अवस्थी नामक पात्र की विशेषताएं पहचाने. ईशान अवस्थी नामक पात्र का परिचय देते हुए टिप्पणी लिखी. അതായത് താരെ ജമീൻ പർ എന്നുള്ള സിനിമ നിങ്ങൾ കാണുക, അതിനുശേഷം ഈശാൻ അവസ്ഥി ആ കഥാപാത്രത്തിന്റെ വിശേഷതകൾ ക്യാരക്ടർ സ്കെച്ചിങ് ചെയ്യുക. അതിനുശേഷം ഈശാൻ അവസ്ഥി നമുക്ക് പാത്ര പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖിയ. അതേപോലെ ഈശാൻ അവസ്ഥയുടെ ക്യാരക്ടർ സ്കെച്ചിങ് ചെയ്തുകൊണ്ട് കൊമന്റ്സ് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. താരെ ജമീൻ പർ ഈശാൻ അവസ്ഥി കാ പാത്ര പരിചയം. ആദ്യം തന്നെ നമ്മളിവിടെ പറയുന്നത് താരെ ജമീൻ പർ എന്ന സിനിമയിലെ ഈശാൻ അവസ്ഥയുടെ ക്യാരക്ടർ സ്കെച്ചിങ് ആണ് നമ്മൾ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത്. യഹ് ഫിലിം 8 साल के बच्चे ഈശാൻ അവസ്ഥി की कहानी है. അതായത് ഇത് ഈ 8 വയസ്സുകാരനായ ഈശാൻ അവസ്ഥി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. ഇനി ഈശാൻ की एक काल्पनिक और चित्रकला में बहुत प्रतिभाशाली बच्चे हैं. അതായത് ഈശാൻ ഭാവനാസമ്പന്നനും ചിത്രരചനയിൽ വളരെ കഴിവുള്ള ഒരു കുട്ടിയുമാണ്. പഠായി ലിഖായി में उसे कठिनाई है तो होती है क्योंकि उसे ടെസ്ലിക്സിയ നമക് സമസ്യ ഹെ. അതായത് അവന് പഠിക്കാൻ വളരെ കഴിവ് കുറവാണ്. കാരണം അവന് ടെക്സ്ലെക്സിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതായത് ടെക്സ്ലെക്സിയ എന്ന് പറഞ്ഞ അസുഖത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ വേർഡ്സ് ഒക്കെ ജംബിൾഡ് ആയിട്ടാണ് അവന് കാണാൻ സാധിക്കുക. അപ്പോൾ അതാണ് അവന്റെ പ്രോബ്ലം. ഇനി നെക്സ്റ്റ് വൺ, पढ़ाई में कमजोर होने के कारण उसे स्कूल और घर में डांट मिलती है. അതായത് പഠനത്തിൽ വളരെ മോശമായതിനാൽ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാവരും തന്നെ അവനെ ശകാരിക്കുന്നു. പരിവാർ ഉസ്കി സ്ഥിതി കോ സമജ് നഹീ പാത്തി. അതായത് കുടുംബത്തിന്, അവന്റെ ഫാമിലിക്ക് അവന്റെ സാഹചര്യം എന്താണ്, അവൻ ഇങ്ങനെ ഒരു അസുഖമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓർ ഉസെ ഹോസ്റ്റൽ ബേസ് ചെയ്തേ ഹെ. എന്നിട്ട് അവനെ ഒരു ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് അവനെ വിടുന്നു. വഹാം ഈശാൻ ഓർ ബി അക്കേല ഓർ ഉദാസ് ഹോത്തെ ഹെ. അവിടെ ഈശാൻ കൂടുതൽ അവന് ഒരുപാട് എലോൺ ആയിട്ട് ഫീൽ ചെയ്യുകയും ഒറ്റയ്ക്കാണെന്നുള്ള ഫീൽ വരികയും അവന് ഒരുപാട് വിഷമങ്ങൾ വീണ്ടും വരികയും ചെയ്യുന്നു. തബി ഉസ്കി ജിന്ദഗി മേ കലാ ശിക്ഷക് രാം ശങ്കർ നികുംബ് ആത്താ ഹെ. തുടർന്നാണ് അവന്റെ ജീവിതത്തിലേക്ക് കലാ അധ്യാപകനായ രാം ശങ്കർ നികുംബ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വേ ഈശാൻ കി പ്രതിഭ ഓർ ഉസ്കി സമസ്യ കോ സമജ്തേ ഹെ. അപ്പൊ അദ്ദേഹമാണ് അവന്റെ കഴിവുകളും അവന് ഇങ്ങനെ ഒരു അസുഖമാണ് എന്നുള്ളതും മനസ്സിലാക്കുന്നത്, അവന്റെ പ്രശ്നങ്ങളും മനസ്സിലാക്കുന്നത്. धैर्य, प्रेम और संवेदनाशीलता के साथ वे उसकी मदद करते हैं. അതായത് ക്ഷമ, സ്നേഹം എന്നിവയാൽ അദ്ദേഹം അവനെ സഹായിക്കുന്നു. ധീരെ ധീരെ ഈശാൻ ആത്മവിശ്വാസ് പാത്തെ ഹെ. പതുക്കെ പതുക്കെ ഈശാന് വളരെ ധൈര്യവും ആത്മവിശ്വാസവും നേടിക്കൊടുക്കുന്നു. ഓർ
अपनी असली पहचान एक प्रतिभाशाली कलाकार के रूप में सबके सामने लाते हैं. അങ്ങനെ അവന് ഒരു നല്ല കഴിവുള്ള ഒരു കലാകാരനാണെന്നുള്ള രീതിയിൽ തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവനൊരു ഡ്രോയിങ് കോമ്പറ്റീഷനിൽ അവന് ഫസ്റ്റ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇനി അതിൻ്റെ ടിപ്പണി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായും ഇതിനെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് വേണം എഴുതാൻ. അതായത് 3 മാർക്സ് എബോവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ കമൻസ് ആൻഡ് ക്യാരക്ടർ സ്കെച്ചിങ് എഴുതുക. ഓറൽസ് 2 മാർക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ടിപ്പണി അല്ലെങ്കിൽ കോമൻസ് എഴുതിയാൽ മതി. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ചെറിയ 2 മാർക്സിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് എഴുതിയാൽ മതി. ഈശാൻ അവസ്ഥി എക് മാസൂം കൽപ്പനാശീൽ ഓർ പ്രതിഭാശാലി ബച്ചാ ഹെ. ഈശാൻ അവസ്ഥി എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കനും ഭാവനാസമ്പന്നനും കഴിവുള്ളവനുമായ ഒരു കുട്ടിയാണ്. ചോ പഠായ്മേ കഠിനായി ചെൽത്തെ ഹെ. അവന് പഠനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു. पर कला के क्षेत्र में अद्भुत है. പക്ഷേ കലകളിൽ അവൻ മികവ് പുലർത്തുന്നു. ഉസ്ക ചരിത്ര ഹമേ യഹ് സിഖാത്തെ ഹെ കി ഹർ ബച്ച അപ്നി തരഹ സെ അനോഖ ഹോത്തെ ഹെ. അതായത് ഇത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടിയും അതുല്യനാണെന്നും മനസ്സിലാക്കാനും ഉള്ള കഴിവും, അതായത് ഓരോ കുട്ടികൾക്കും അവരുടേതായ കഴിവുകളും കാര്യങ്ങളും ഉണ്ടെന്നും അതെല്ലാം കറക്റ്റായിട്ടുള്ള ഒരു വേയിലൂടെ മനസ്സിലാക്കണം എന്നുമാണ്, അതിനുള്ള ആവശ്യകതയെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. अपनी तरह से अनोखा होते हैं और उसे समझने व संवेदनशीलता से मार्गदर्शन देने के लिए, അതായത് അവരുടെ കഴിവനുസരിച്ചിട്ട് അവരെ ഉയർത്തിക്കൊണ്ട് വരണം എന്നുമുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഫിൽമി ഗീത് കരോ കെ സാത്ത് ആലാപ് കരെ റെക്കോർഡ് കരെ. അതായത് ഈ സിനിമാ ഗാനം, അതായത് മേരി മാ എന്ന് പറയുന്ന താരേ ജമീൻ പർ എന്ന് പറയുന്ന സിനിമയിലെ ഈ സിനിമാ ഗാനം നിങ്ങൾ കരോക്കെ ഇട്ട് അതിനൊപ്പം പാടി റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വിശേഷ് ദിവസ് ഒക്ടോബർ और नवंबर महीने के विशेष दिवसों को पहुंचाने कम से कम 5 വിശേഷ ദിവസമൊക്കെ സൂചിപ്പിത് കരെ. അതായത് ഒക്ടോബർ നവംബർ ദിവസങ്ങളിലെ വിശേഷപ്പെട്ട ദിവസങ്ങൾ ഏതാണെന്ന് കണ്ടെത്താനും അത് ലിസ്റ്റ് ചെയ്യാനുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒക്ടോബറിലും നവംബറിലൊക്കെ, ഒക്ടോബറിൽ മെയിൻലി നമുക്ക് പൂജയൊക്കെ ഉണ്ട്, മഹാനവമി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അല്ലാതെ കുറച്ച് ഡേറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 2 ഒക്ടോബർ ഗാന്ധി ജയന്തി, 5 ഒക്ടോബർ വേൾഡ് ടീച്ചേഴ്സ് ഡേ, 10 ഒക്ടോബർ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ, 16 ഒക്ടോബർ വേൾഡ് ഫുഡ് ഡേ, 31 ഒക്ടോബർ വേൾഡ് യൂണിറ്റി ഡേ. ആൻഡ് ദെൻ നെക്സ്റ്റ് നവംബർ ആണ്. നവംബറിൽ 7th നവംബർ നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ, 11th നവംബർ അബ്ദുൽ കലാം ആസാദ് ജയന്തി, ദാറ്റ് ഈസ് അബ്ദുൽ കലാംസ് ബർത്ത്ഡേ ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ടാണ് അത് ആചരിക്കുന്നത്. 14th നവംബർ ബാൽ ദിവസ് ചിൽഡ്രൻസ് ഡേ, ജവഹർലാൽ നെഹ്റുസ് ബർത്ത്ഡേ. 19th നവംബർ ഈസ് വേൾഡ് ടോയ്ലറ്റ് ഡേ ആൻഡ് 26th നവംബർ ഈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയും പ്രസന്റേഷനും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻസ് അയക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു.